ഭയങ്കര റെസ്പോൺസ് ആണല്ലോ, ഭയങ്കര ആക്ഷൻ ഒക്കെ ആണല്ലോ. എന്താ നിങ്ങള്? ഹലോ, കുറേ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈൻറ്റ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് വൃത്തിയാക്കണ്ടായിരുന്നു മേലക്കൊന്നും. എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളല്ലേ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എന്തൊക്കെയാണ് ഈ 2 ദിവസം കൊണ്ട് നടന്നത് ഈ കേരളത്തിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോഴൊക്കെ? അപ്പോൾ നമുക്ക് ഈ പാട്ട് മറക്കാൻ പറ്റത്തില്ല. പക്ഷേ പാട്ടിന് മുമ്പ് നമുക്ക് അണ്ണനെ കണ്ടേ, അണ്ണൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വ്യക്തവും സ്പഷ്ടവുമായി കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറേയധികം ചർച്ചകൾ നടക്കുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. സുന്ദര, പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ? പടത്തിൽ പകുതി ആൾക്കാരിടുന്നു, അതൊന്ന് കാണാൻ ഭയങ്കര റെസ്പോൺസ് ആണല്ലോ, ഭയങ്കര ആക്ഷൻ ഒക്കെ ആണല്ലോ. എന്താ നിങ്ങള് മലയാള സിനിമയിൽ വരാത്തത്? മലയാളത്തിലും തമിഴും തെലുങ്കും കഴിയട്ടെ, എന്നിട്ട് മലയാളം. മലയാളത്തിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനും മിസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് ചെയ്യാം. ഉടനെ ഉണ്ടാവോ? ഇപ്പോഴും ആ പഴയ ലുക്ക് തന്നെയാണല്ലോ അല്ലേ? ഇവിടെ ഹൗസ്ഫുള്ളാ. ഇതിനെന്ത് മനസ്സിലാക്കാം? പുള്ളിക്കാരനെ ഇവിടെ നടന്ന ഒരു വിഷയവും ഒന്നും ബാധിച്ചിട്ടില്ല. പുള്ളിക്കാരൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ വന്ന സംഭവമാണ്. ഈ പാട്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? നമുക്ക് ഈ പ്രണയിനികൾ, ഒരു 90 കിഡ്സ്, ആ ഒരു സമയത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിൻ്റെ അകത്ത് തങ്ങി നിൽക്കുന്നൊരു പാട്ടാണ്. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി. എനിക്ക് ആ ചാറ്റ ആലോചിക്കുമ്പോൾ ചിരിയും വരും. അപ്പം നിങ്ങൾ ചോദിക്കും, താനൊക്കെ പെർഫെക്റ്റ് ആണോ? ഈ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും പെർഫെക്റ്റ് ആണോ? എനിക്ക് അതേ ചോദ്യം തന്നെയാണുള്ളത്. ഇവിടെ അജ്മൽ അമീർ എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചേക്കുന്ന കുറേയധികം സംഭവങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നായിട്ട് നോക്കാം. ഇതിനകത്ത് ഈ ഒരു കമൻറ്റ് ശ്രദ്ധിക്കൂ. അജ്മൽ ചെയ്തത് ഒരിക്കലും ശരിയല്ല, ബട്ട് അവൾ നിന്ന് കൊടുത്തത് കൊണ്ടല്ലേ അയാളും അങ്ങനെ പറയുന്നത്. രണ്ടാളും പരസ്പരം സംബന്ധിച്ച പേഴ്സണൽ ചാറ്റ്, കോൾ ഒക്കെ ചീപ്പായി പുറത്ത് വിട്ട് അവളും മോശക്കാരി തന്നെയാണ്. അയാളെ പോലെ അവളെയും ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവരണം. ഇക്വാലിറ്റി അതല്ലേ? അപ്പോൾ അവൻ്റെ വൈഫിനെ ചീറ്റ് ചെയ്ത് അത് തെറ്റല്ലേ? കുറേ പെൺപിള്ളേർ പറയുന്നുണ്ട് അവൻ മിസ്ബിഹേവ് ചെയ്തു എന്ന് കുറേ പെൺപിള്ളേർ പറയുന്നു. അജ്മൽ ചെയ്ത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരാതി പറഞ്ഞ മറ്റു പെണ്ണുങ്ങളോ? അങ്ങനെ, അതായത് ഇതിനകത്തൊരു 2 പക്ഷം വന്നിട്ടുണ്ട് ഓൾറെഡി. അതായത് പുള്ളിക്കാരൻ്റെ ലൈഫിൽ അതിനൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പുള്ളി എവിഡൻ്റ് ആയിട്ട് പുറത്ത് വന്ന് സിനിമ വന്ന് കണ്ട് അയാൾ അഭിനയിച്ച സിനിമയും കൂടെയൊക്കെയാണ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് മനസ്സിലാക്കുക പുള്ളിക്ക് ഇതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ്, അപ്പോൾ അതിനകത്ത് ഒരു സംഭവം എന്താണെന്നുള്ള കാര്യം കൂടെ നമുക്ക് കാണാം. 6:37 വരാം. രാവിലെ വരാൻ മതിയല്ലോ അല്ലേ? അപ്പൊ ഞാൻ എവിടെ നിൽക്കും? I will arrange a place to stay. എവിടെ? I will arrange a place to stay. അപ്പൊ Between you and me. താൻ മാരീഡ് അല്ലേ? എനിക്ക് ഇതൊക്കെ എന്തിനാ അറിയണ്ടേ? നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് വൃത്തിയാക്കണ്ടായിരുന്നു മേലക്കൊന്നും. എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളല്ലേ? മൂട് പോയി ഷോ കളഞ്ഞ് മൂടുപോയി. അപ്പോൾ ആക്ച്വലി നിങ്ങളെല്ലാവരും ഇത് ട്രോളിലൂടെയും അല്ലാതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് എന്നൊക്കെ കാണിക്കുന്ന ഞാനടക്കം ഈ കാണുന്ന പുരുഷ സമൂഹവും മറ്റുള്ള എല്ലാ ആണായാലും പെണ്ണായാലും എല്ലാവരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഈ ലോകത്ത്. ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഇയാൾ ചെയ്തേക്കുന്ന സംഭവങ്ങൾ വിസിബിളി തെറ്റ് തന്നെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് 2 പക്ഷവും അപ്പുറത്തും ഒരു സൈഡുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഇപ്പം ഫാമിലി ഉണ്ടെന്നും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഈ ചെയ്ത ആക്ടിനെ കുറിച്ചൊക്കെ പറയുന്ന എല്ലാവരും അത്ര പുണ്യാത്മാക്കൾ തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിൽ ആദ്യം സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? സ്വാഭാവികമായിട്ടും ഈ പുള്ളിക്കാരൻ്റെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു. പുള്ളിക്കാരൻ ഇപ്പം ഇന്ന് ഞാൻ തുടക്കത്തിലെ വീഡിയോ കാണിച്ചിട്ടുള്ളത് അയാളുടെ ലൈഫിനെ ഒന്നും അത് ബാധിച്ചിട്ടുള്ളതല്ല. ഇത് ഈ ആദ്യമായിട്ടുള്ള ഇറങ്ങുന്നതല്ല. പുള്ളി അതിന് നൈസായിട്ട് ചെയ്ത പരിപാടി. പുള്ളിക്കാരൻ്റെ ഈ ഒരു സാധനം നമ്മൾ കേൾക്കുന്ന സമയത്ത് വിസിബിളാണ്. ഇതൊരു സാധനം ഒരു AI ജനറേറ്റർ ആണെന്നൊന്ന് വിശ്വസിക്കുക എനിക്ക് ഭയങ്കര പാടാണ്. ഇതൊരു AI ജനറേറ്റഡ് സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് AI ജനറേറ്റഡ് ആണ്. നമുക്കിപ്പോൾ ഡിജിറ്റൽ എവിഡൻസ് എന്നുള്ളൊരു സാധനം കളക്ട് ചെയ്യുന്ന സമയത്ത് പോലീസിനടക്കം മറ്റുള്ള പല സംഭവങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് വെച്ചാൽ ഇത് അവർ വന്നിട്ട് നിഷേധിച്ച് കഴിഞ്ഞാൽ ഇത് AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. കാരണം
നിങ്ങൾ കേൾക്കുന്നുണ്ട് മോദിജിയുടെ പാട്ട്, നിങ്ങൾ കേൾക്കുന്നു പിണറായി വിജയൻ്റെ പാട്ട്, മോഹൻലാലിൻ്റെ പാട്ട്, മറ്റേ ആ പാട്ട്, ഇതെല്ലാം കുത്തി പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം വരുന്ന സാധനമൊക്കെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഓക്കെ, അതൊക്കെ നിങ്ങൾ കാണുന്നു. നമ്മുടെ ഇത് തുറക്കുന്ന സുനിയണ്ണൻ്റെ ഡോഗ് സുനിയണ്ണൻ്റെ വീഡിയോ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ കിടന്ന് കാണുന്നുണ്ട്. ഞാൻ ഡോഗ് സുനിയണ്ണൻ്റെ കട്ട ഫാനാണ്. ഡോഗ് സുനിയണ്ണ ഹായ്. അപ്പം ഇങ്ങനെ ഇതാ പറഞ്ഞേ, ഇതുപോലെ ആണ് ഈ സംഭവങ്ങളെല്ലാവരും, ഇതുപോലുള്ള പരിപാടികളിലെ എല്ലാ സംഭവങ്ങളും പലതും ഈ AI-യിലൂടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ വീഡിയോ, അതിനെ നിങ്ങൾ ഒരു ഫോട്ടോ തന്നെ ഒരു വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം AI എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, പണ്ടാണെങ്കിലും ഏതെങ്കിലും കാലമാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം AI ജനറേറ്റഡ് ആണെന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിനകത്ത് പുള്ളിയുടെ ഭാഗം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ AI ജനറേറ്റഡ് ആണ്. പക്ഷേ ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് പുള്ളി തന്നെ ചെയ്തിട്ടുള്ളതാണെന്നുള്ള ഏതാണ്ട് ഒരു ഉറപ്പിക്ക് തന്നെയാണ്. ഇതൊക്കെയാടേ കൊറേ നേരം റോസ് വാട്ടർ 2 മണിക്കൂർ ബാത്റൂമിൽ 2 മണിക്കൂർ ബാത്ടബിൽ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? ഇച്ചിരി കാര്യങ്ങൾ ഹലോ, കുറേ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈൻറ്റ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇത് ഒരുപാട് പേര് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പല ആൾക്കാർക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ഒന്ന് നോക്ക് ചെയ്യും, അതിനകത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഓക്കെ ആണെങ്കിൽ ആ ഒരു സാധനമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകും. ചിലപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന സംഭവം നടക്കും, ചില നടക്കാതെ വരും. പല സാഹചര്യങ്ങളിനകത്ത് ചില ആൾക്കാർക്ക് ഇദ്ദേഹത്തിനോട് പലതരത്തിൽ നീരസമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇത് പുറത്തേക്ക് വന്നതാവാം. എന്തായിരുന്നാലും പുള്ളി ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന കാര്യം അത് ശുദ്ധ മണ്ടത്തരവും അതൊക്കെ വെറും ആളെ പറ്റിക്കുന്ന പരിപാടിയാണെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും അണ്ണന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അത്തരുന്നല്ലേ കാണിച്ചു തരാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അഹമ്മദ്. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ 2 ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്ട് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിക്കാരനെ ഏറിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരും പുള്ളിക്കാരൻ്റെ ഈ ഒരു സംഭവം പുറത്തുവിട്ട ആൾക്കാരെ കുറിച്ചൊക്കെ പുള്ളിക്കാർ തിരിച്ച്, കാരണം ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇപ്പം ഈ ഇദ്ദേഹം മോശമായിട്ട് ലൈംഗിക വെച്ചോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന സ്ഥലം സോഷ്യൽ മീഡിയക്കകത്ത് ഇത് സംഭവം ഇത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നു എന്നുള്ളത് മാത്രം, മറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ് ഒന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാം, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇയാൾ ചെയ്തേക്കുന്നത് സെക്ഷലായിട്ടുള്ള പരിപാടിയാണെന്നുള്ള കാര്യത്തിലേക്ക് പോകാം. അങ്ങനെ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ ആകെ കേട്ടത് ഈ ഒരു വോയിസ് പുറത്ത് വന്നു, ഇതിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട്, പുള്ളിക്കാരൻ്റെ ഈ ഒരു സംഭവം പുള്ളി തന്നെയാണ്. അത് പുള്ളി ന്യായീകരിച്ചാൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ പാടാണ്. ബട്ട് ഒരു കാര്യം, ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ പുള്ളിക്കാരനെ കുറ്റം പറയുന്നവരടക്കം ഇതിനകത്ത് എല്ലാവരും നമ്മുടെ സദാചാരത്തിനെ കുറിച്ചൊരു പറയുന്നില്ലേ, പണ്ട് കാലങ്ങളിൽ ഈ കുളിമുറികളിലും അതുപോലെ തന്നെ കുളിക്കടവുകളിലും ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന സമൂഹമുണ്ട്. അവർക്കും കുടുംബവും കുട്ടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഇന്നൊന്ന് പറയുമ്പോഴേക്കും അവൻ കുടുംബമുള്ളതിൽ കുട്ടിയുള്ളതല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെയ്യാത്തവരാണ് പറയുന്നതെങ്കിൽ, പണ്ട് യേശുദേവൻ പറഞ്ഞല്ലോ നിങ്ങൾ പാപം ചെയ്യാത്തൊരു കല്ലറി, ഈ പുള്ളിക്കാരനെ ജസ്റ്റിഫൈ ചെയ്യാനോ പുള്ളിക്കാരൻ ചെയ്ത ആക്ട് ഭയങ്കര സംഭവമാണെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല ഒരിക്കലും. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും ചെയ്യാത്തവർ ആണോ ഇത് പറയുന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഈ ഓപ്പോസിറ്റ് സൈഡ് നിന്നൊരു കാര്യം, അതിൻ്റെ അകത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു റോങ് റൂട്ടിലേക്കാണ് നിങ്ങൾ സ്ത്രീകൾ പറയുക, നിങ്ങളുടെ അടുത്തൊരു പുരുഷൻ വളരെ റോങ് ആയിട്ടുള്ള പെരുമാറ്റം നടത്തുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇന്റൻഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആളുടെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ഫേസ്ബുക്കിൻ്റെ അകത്ത് കണ്ടിട്ടാണ് എന്താ പച്ച ലൈറ്റ് കത്തിച്ചിറങ്ങുന്ന ഉറങ്ങാറായില്ലേ മോള് എന്ന് ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ എന്താ ഉറക്കമൊന്നും ഇല്ലേ, എന്താ പരിപാടി, എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കായും പൂവൊക്കെ പറയുന്ന പരിപാടികളൊക്കെ അറിയാം. അപ്പോൾ ഇത് പണ്ട് കാലം മുതലേ ഉള്ളൂ. പണ്ടാണെങ്കിൽ ഫോൺ ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കിയ ഫോണുകൾ ഇങ്ങനെ വെച്ചിട്ട് പറ എന്താ എന്ന് പറഞ്ഞ് നടന്ന കാലത്ത് നിന്ന് ഇന്ന് പിന്നെ വാട്സാപ്പും ഹെഡ്സെറ്റും വെച്ചിട്ട് പറ എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ട് പിന്നെ വീഡിയോ കോളായി മറ്റേതായി മറിച്ച സംഭവങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും.
ആ യുഗത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സാധനം സത്യം പറഞ്ഞാൽ ഇതൊരു വമ്പൻ ഇയാൾ ലോകത്താദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത ഒരാളെന്നുള്ള രീതിക്ക് ഇയാൾ മാത്രമാണെന്നുള്ള രീതിക്കൊക്കെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് സമൂഹത്തിൻ്റെ അകത്ത് മൊത്തം ആൾക്കാർ നല്ലവരാണോ? സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെയൊന്നും ചെയ്യാത്തവരാണ് ഈ പുള്ളിക്കാരനെ കുറ്റപ്പെടുത്തുന്നത് പറയുന്നത്. മറ്റേ പറയുമല്ലോ എന്താണ് ശർക്കര ഇതിൻ്റെ അകത്ത് ഈച്ച പറ്റുമെന്നോ എന്തോ ഇരുന്നാൽ ഈച്ച വരുമെന്നോ അങ്ങനെ എന്തോ പിന്നെ നെല്ല് നല്ല ഇതിരുന്ന് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്നും എലി വരുമെന്നോ ഇങ്ങനെ എന്തൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാവരും അവരവരെ കാര്യങ്ങൾ നടത്തുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നവർ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. പിന്നെ പുള്ളിക്കാരനത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി ഫസ്റ്റിലേ എന്ന് പറയുന്നത്. ബാക്കി പുള്ളിക്കാരൻ്റെ ഫാമിലിക്കോ വൈഫിനോ ഒക്കെ പുള്ളിക്കാരോട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരവരുടെ വഴി നിയമപരമായിട്ടൊക്കെ നേരിട്ടൊക്കെ പോട്ടെ. അതല്ല ഇതിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ ബാധിച്ചിട്ടൊന്നും തോന്നുന്നില്ല, അയാളുടെ ഫാമിലിയെ ബാധിച്ചിട്ടൊന്നും തോന്നുന്നില്ല. ഈ പറഞ്ഞതും പുറത്ത് വന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ വന്നേക്കുന്ന ചേതോ വികാരത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തുമില്ല. സോ ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്തതല്ല ഫാബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ മാത്രം നമുക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി ദഹിക്കാൻ ഇച്ചിരി പാടാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു കാറ്റു നീന്തി വന്ന് ഇനി ഈ പാട്ടെങ്ങാൻ എവിടെയെങ്കിലും പാടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ശരിക്കും ചേട്ടൻ്റെ ചിരിയാണ് എനിക്ക് അറിയാം. ഏത് ചിരി എന്നറിയില്ല, എന്താ ഈ ചിരി. സോ ഗൈസ്, നിങ്ങൾ എപ്പോഴും കമ്പത്തിൽ അടുത്ത വീഡിയോ ബൈ.